ഹായ് ഹലോ, ഇന്ന് വൈകിട്ട് ഇക്ക വന്നപ്പോഴത്തേക്ക് ചുരമീൻ കൊണ്ടുവന്നായിരുന്നു. അപ്പം വിചാരിച്ചു ഇനിയിപ്പോൾ ചൂരക്കറി ഉണ്ടാക്കാതാകുമ്പോൾ രാവിലെയും കൂടെ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ എന്നും രാത്രി ഇപ്പോൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കാറ്, ഇക്കാക്ക് അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് തേങ്ങ, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് ഉലുവയും കൂടി ഇട്ട് നന്നായിട്ട് അത് ചൂടാക്കി എടുത്തു. അതൊന്ന് ചൂടായി വന്നപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ട് കുറച്ചുകൂടി ഒന്ന് ചൂടാക്കി കരിയാതിരിക്കണം, കുറച്ചുകൂടെ നന്നായിട്ട് മൂക്കുകയും ചെയ്യണം. ആ ഒരു പരുവത്തിൽ അത് ഓഫ് ചെയ്തിട്ടു. അതൊന്ന് തിളക്കുമ്പോഴത്തേക്കും നമുക്ക് നേരെ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കാം. മാവിൽ ചൂടുവെള്ളം വെച്ചിട്ടാണ് കുഴച്ചിട്ടുള്ളത് കേട്ടോ. കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ചേരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി മയം കിട്ടും കേട്ടോ ചപ്പാത്തിക്ക്. അപ്പോഴത്തേക്കും മറ്റത് ചൂടാറി. അപ്പോൾ അതെടുത്ത് കുറച്ചുകൂടി മിക്സിയിലിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് അരച്ചു. അതിൽ കുടംപുളിയും പിന്നെ ഉടങ്കല്ലി മുളക്, തക്കാളി, മുരിങ്ങയ്ക്ക എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അത് തിളയ്ക്കാനായിട്ട് വിട്ട് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മീനും തലയും എല്ലാം കൂടെയൊക്കെ ഇട്ട് കൊടുത്തേട്ടാ. എന്നിട്ട് അത് മൂടി വെച്ച് വേവിച്ച് അപ്പോഴത്തേക്കും മീനൊക്കെ വൃത്തിയാക്കിയല്ലേ. അപ്പോൾ സ്ലാബും ആ ഒരു സിങ്കും കാര്യങ്ങളെല്ലാം നന്നായിട്ട് കഴുകി ഇറക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ എന്ത് പറയാൻ, എപ്പോഴും പാത്രം ഇപ്പം കഴുകി ഇറക്കി കുറച്ച് കഴിയുമ്പോൾ പിന്നെയും പാത്രം വരും. പാത്രം എവിടുന്നെന്ന് അറിയില്ല, വന്നോട്ടേ ഇരിക്കുക. അത് പിന്നെ ആണല്ലോ, എപ്പോഴും പാത്രം കഴുകലാണ് മെയിൻ നമ്മുടെയൊക്കെ പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോൾക്ക് ചപ്പാത്തി വേണ്ടെന്ന് പറഞ്ഞു റൈഹൂന്. അപ്പോൾ 2 അപ്പം ചുട്ടെടുത്ത് അവൾക്ക് വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് നേരെ ചപ്പാത്തി ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുത്തേട്ടാ. പിന്നെ ഐഷുവിനും റൈഹൂനും ഫുഡ് കഴിക്കാൻ കൊടുത്ത് അവർ കാർട്ടൂണൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങട്ടെ എന്ന് കരുതി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്കായി ഞാനും കൂടെ കഴിച്ച് നല്ല കോമ്പോ ആയിട്ട്. ഈ വറുത്തരച്ച് മീനും കൂടെ ആയിട്ട് സൂപ്പറായിരുന്നു. ഈ ഉടങ്കലിയുടെ മുളവിൻ്റെ ടേസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല ഫ്ലേവർ ആയിരുന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.